ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 9ാമത്തെ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ സംഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ മോമോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ആവിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എണ്ണൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമായി. അപ്പോൾ നമുക്ക് അതിനായിട്ട് മൈദ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മൈദയും ആട്ട വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് അളവെടുത്തിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കോ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് മെല്ലെ മെല്ലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുകയാണ്. ഞാനിതൊരു ദിവസം കോഴിക്കോട് വെച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു മസാലയും പിന്നെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അത് പലതരത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കുക. ഇത് അരച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ ഈ ഒരു മോമോസിനായിട്ട്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് പിച്ചിയെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പിന്നെ അതിനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതാ ചിക്കൻ വേവിച്ചതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് നമ്മൾ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചിക്കനും തക്കാളിയും പിന്നെ അതിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ സ്പ്രിങ് ഓണിയനാണ്. പിന്നെ കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക. എല്ലതും കുഞ്ഞു കുഞ്ഞു പീസാക്കിയതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പുളി കൂടാതെ നോക്കുക. അപ്പോൾ എല്ലാം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിലോട്ട് കാബേജും ചേർക്കാം. എൻ്റെ അടുത്ത് കാബേജ് ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഐറ്റംസ്, കുറച്ച് ഉള്ളിയും പിന്നെ ഒക്കെ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഏതെങ്കിലും പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മോമോസിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചതൊക്കെ ഒന്ന് എടുത്ത് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് നേരത്തെ തന്നെ കുഴച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മോളാണ് എനിക്ക് പരത്തി തരുന്നതൊക്കെ. മോള് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവളാണ് പരത്താനായിട്ടും പിന്നെ കുഴക്കാനായിട്ടും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കിച്ചണിൽ. ഇപ്പോൾ ഇവിടെ സ്കൂളൊന്നുമില്ല, ഇവിടെ വെക്കേഷനാണ്. കുറച്ച് ദിവസം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ആയാലും എൻ്റെ കൂടെ കിച്ചണിലുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ മോളാണ് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളെടുത്ത് എന്താണോ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഞാനിവിടെ നമ്മുടെ ചെറിയ ടിഫിൻ ബോക്സിൻ്റെ അതെടുത്തിട്ടാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം കുറേ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് നമ്മളതിലോട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല വെച്ച് കൊടുക്കുക. അത് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഒരു കിഴി പോലെ നമ്മൾ ആക്കിയെടുക്കുക. അതൊരു 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കത് ശരിയാവും.
അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കിത് പല തരത്തിലും പല ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇവിടെ മോള് പലതരത്തിലും ഉണ്ടാക്കി നോക്കുന്നുണ്ട്. മടക്കിയിട്ട് നമ്മുടെ അട പോലെയും ഒക്കെ ആക്കിയിട്ട് ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നോക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ പണികളുണ്ടായിരുന്നു, അപ്പോൾ അവളാണ് കുറേയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പ്ലേറ്റിൽ ഒരു ലേശം പൊടി തൂക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതാ നമ്മുടെ മോമോസ് ഇവിടെ അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഡിസൈനുകളൊക്കെ കാണാം നിങ്ങൾക്കിവിടെ. എങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് പല ഡിസൈനാണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇത് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാനിത് അവിടെ സ്റ്റീം ചെയ്യുന്ന പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ അതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. ഈ സോസാണ് അതിൻ്റെ അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കുക, നല്ലതുപോലെ ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ തോലി നമ്മൾ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ തോലിൻ്റെ എടുത്താൽ അതൊന്ന് പോന്നോളും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. മുളക് നല്ല എരിവുള്ളതാണെന്ന് വെച്ചാൽ കുറച്ചിട്ട് കൊടുക്കുക. ഇവിടുത്തെ മുളക് നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു 3 എണ്ണ ഇട്ടിട്ടുള്ളൂ. അത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തക്കാളിയും ഈ മുളകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും മുളകും ഒക്കെ കൂടിയിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സിയിലോട്ട് അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു പാന് വെച്ചിട്ട് നമുക്ക് പാനിലോട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇഞ്ചിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അതൊരു 2 വെളുത്തുള്ളി മതി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മതി. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ആയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിയും പിന്നെ ഉണക്കമുളകിൻ്റെയും ഒരു ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലതുപോലെ എന്നിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു പുളിയും മധുരം, പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ അത് പുളിയും മധുരം എല്ലാം കൂടിയായിട്ട് ഈ ഒരു സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ സോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വിഭവം ഇങ്ങനെ ആയിരുന്നു, ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സംഭവം. അപ്പോൾ ഇത് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ സോസിൽ നമ്മൾ ഉണക്കമുളകൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ എരിവും പുളിയും ഒക്കെ ആയിട്ട് നമ്മുടെ മോമോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു 15 മിനിറ്റാണ് നമ്മളിവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സോസും കൂട്ടിയിട്ട് നമ്മളിത് കഴിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആയിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷമായിരുന്നു ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി വിഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കിയിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മോളിത് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കഴിച്ച് വെക്കുന്നുണ്ട്. അതിനായിട്ട് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. സോസിലൊക്കെ മുക്കിയിട്ടാണ് മോള് കഴിക്കുന്നത്. അങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മോള് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.